എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറ കാക്ക. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പർച്ചേസ്, അപ്പോൾ നോക്കിയിരിക്കണം എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോയെന്ന്. ഇന്നത്തെ പർച്ചേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത് അയല 1 കിലോ 150 രൂപ. 1 കിലോ അയല, നല്ല അയലയാണ്, ഒരുവിധം നല്ല വലിയ അയലയാണ്. 150 രൂപ. ഇത് 1 കിലോ ചെമ്മീൻ, ഇതും 150 രൂപ. നല്ല കടൽ ചെമ്മീൻ, വളർത്തു ചെമ്മീനല്ല, ഇപ്പോൾ വെള്ള ചെമ്മീൻ ടേസ്റ്റില്ല, ഒരുവിധം നല്ല വലിയ ചെമ്മീൻ തന്നെയാണ്. അപ്പോൾ ഇതും 150 രൂപ. പിന്നെ വാങ്ങിച്ചത് ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ അവോലിയില്ലേ, അതിൻ്റെ വളർത്തു മീനാണ് കേട്ടോ. ഇത് ഹൽവ, ഇവിടെ പറയുന്ന ഹൽവ. ഇത് കടലല്ല, ആവോലിയിലത്തെ കടലല്ല, ഇത് വളർത്ത് മീനാണ്. സെക്കൻഡ്, ഇവൻ ആവോലി. ഇത് എത്ര രൂപയാ? ഇത് 150 രൂപയ്ക്ക് വാങ്ങിച്ച്. ഇത് 1 കിലോ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാരണം ഒരു മറ്റേ ഇതില്ലേ, നമ്മുടെ കരിമീൻ പോലത്തെ മീൻ ഒരെണ്ണത്തെ വന്നു. കാലാമച്ചി എന്നാണ് ഇവിടെ പറയും, കാലാമച്ചി. അപ്പോൾ അയലയുണ്ട് 1 കിലോ, ഇത് 1 കിലോ ഉണ്ട്. നമ്മുടെ ആവോലി, ഇത് നദിക്ക ഹൽവയല്ല, നദിക്ക ഹൽവ. പിന്നെ ചെമ്മീൻ 1 കിലോ. പിന്നെ നീ പോയില്ലേ ഇതുവരെ? 1 മിനിറ്റ്, ഞാൻ പിന്നെ തരാം കേട്ടോ. എന്നാൽ പോയിക്കോ. പിന്നെ ഇത് ഉണക്ക മാങ്ങ അരിഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുന്നു, ഉപ്പിട്ട് പരട്ടി. ഇത് ഇത്തിരി വെയിലത്ത് വയ്ക്കും. ഇതെൻ്റെ പരിപാടിയില്ല, ഹസ്ബൻഡ് അച്ചാറിൻ്റെ ആളാണ്. ഇത് തണ്ണിമത്തൻ. ഇത് ഒരു തണ്ണിമത്തൻ 90 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 30 രൂപ പാവിന്. അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ 1 കിലോയ്ക്ക് കുറച്ച് കുറവുണ്ട്, 90 രൂപയ്ക്ക് കിട്ടി. ഇത് 20 രൂപ. ഞാൻ കുറച്ച് കടുമാങ്ങ പോലെ ഇടാമെന്ന് വെച്ചിട്ടാണ്. ഇത് 150 രൂപ വെളുത്തുള്ളി 1 കിലോ. ഇപ്പോൾ കുറഞ്ഞു കിട്ടുക, ഭയങ്കര വില കൂടുതലായിരുന്നു. 150 രൂപയ്ക്ക് വെളുത്തുള്ളി കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പർച്ചേസിങ്. നല്ല വെളുത്തുള്ളി. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ മഴക്കാലം മൊത്തം ഉപയോഗിക്കാം. അധികം വെളുത്തുള്ളി ഇടില്ലല്ലോ നമ്മൾ, പക്ഷെ ഇത് 1 കിലോ ഉണ്ട്. 1 കിലോ വെളുത്തുള്ളി 150 രൂപ. ഇപ്പോൾ വെളുത്തുള്ളി, മാങ്ങ, തണ്ണിമത്തൻ, പിന്നെ 3 തരം അയല, പിന്നെ 1 കിലോ ബീഫുണ്ട്. എന്താണ്, എല്ലുള്ള ബീഫുണ്ട്, പിന്നെ ഇത് എല്ലില്ലാത്തത് കരളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് ജാൻവിയാണ്. ഇത് ജാൻവി അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ എന്നെ നോക്കാൻ അവിടെ ഇരിക്കുന്നുണ്ട് ജാൻവി. കേട്ടോ, അവിടെ ജാൻവി ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ജാൻവി ടാറ്റ. അപ്പോൾ ജാൻവിക്ക് ടാറ്റയൊക്കെ കൊടുത്തു, മീനൊക്കെ വാങ്ങിച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈ യുദ്ധം തന്നെയാണ് യുദ്ധം. അപ്പോൾ ചേച്ചീനെ കാണാനില്ല, ചേച്ചി ഇറങ്ങാൻ പോയിന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ എല്ലാം എടുത്ത് വയ്ക്കണം, ചോറ് വയ്ക്കണം, കറി വയ്ക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.